ഹായ്, അർഷയാണ് അബുദാബിയിൽ നിന്ന്. ശ്രീയർഷം ഫാമിലിയുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കഴിഞ്ഞ വീക്കെൻഡിലെ ഒരു വ്ളോഗാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇവിടേക്ക് വരുന്നതിന് മുമ്പുള്ള ഞങ്ങളുടെ കുഞ്ഞ് ശ്രീകുട്ടി. 2 ആഴ്ച പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഡിസ്ചാർജായി വന്നതിൻ്റെ പിറ്റേ ദിവസം വീടിൻ്റെ മുറ്റത്തൊന്ന് വീണതാണിത്. കരച്ചിൽ നിർത്താത്തത് കൊണ്ട് നമ്മൾ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് കാലിന് 3 പൊട്ടലുണ്ടെന്ന്. ഡോക്ടറിന് തന്നെ അത്ഭുതമായി. മുറ്റത്തൊന്ന് വീണപ്പോൾ ഇത്ര പൊട്ടലോ? എന്തായാലും ഓടിച്ചാടി നടന്ന ശ്രീകുട്ടി അങ്ങനെ 1.5 മാസം അനങ്ങാൻ വയ്യാതെ പ്ലാസ്റ്റർ ഇട്ട് ബെഡിലിരിപ്പായി. ഈ വീഴ്ചയോടുകൂടി ശ്രീകുട്ടിയുടെ മനസ്സിന് നല്ല പേടി തട്ടിയിരുന്നു. നടക്കാനും ഓടാനും ചാടാനും പേടിയുള്ളൊരു ശ്രീകുട്ടി. ശ്രീകുട്ടി, ഓടരുത്, ചാടരുത്, മെല്ലെ നടക്കണം, കണ്ടില്ലേ മുമ്പൊന്ന് വീണ് കാലൊടിഞ്ഞത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു അമ്മയായി ഞാനും മാറി. കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം പകർന്നു നൽകേണ്ടത് മാതാപിതാക്കളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ നേരെ തിരിച്ചായിരുന്നു. പ്ലാസ്റ്ററൊക്കെ വെട്ടി ശ്രീകുട്ടി നടന്നു തുടങ്ങുമ്പോൾ ശരിക്കും അവൾ ആദ്യമായി നടന്നു തുടങ്ങിയ ഒരു ഫീലായിരുന്നു എനിക്ക്. ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ശ്രീകുട്ടി. കോൺഫിഡൻസോടുകൂടി ചിരിക്കുന്ന, സന്തോഷത്തോടു കൂടി സ്റ്റെപ്പുകൾ വെക്കുന്ന, കൈയും കാലും മറിച്ചിട്ട് അഭ്യാസങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ ശ്രീകുട്ടി. അവളുടെ ഈ വലിയ മാറ്റത്തിന് പിന്നിൽ അവളുടെ അച്ഛനാണ്. എല്ലാ കാര്യത്തിനും അവളുടെ ഒപ്പം കൈപിടിച്ച് അവളെ കൊണ്ട് പറ്റും എന്ന് വീണ്ടും വീണ്ടും ആണയിട്ട് പറഞ്ഞ് അവളുടെ മനസ്സിന് പൂർണ്ണമായ ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്ന അവളുടെ അച്ഛൻ. ദേ നോക്കിക്കേ, അവളിപ്പോൾ ഒറ്റക്കാലി പറന്ന് പാറി നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഷാബിയ ടെണ്ണിലാണ്. ഇവിടുത്തെ ഒരു ചെറിയ പാർക്കുണ്ട്, അവിടേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ 2 പേരും. എന്തായാലും പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ മെല്ലെ നടന്നു തുടങ്ങി. കുറച്ച് മണ്ണിലൂടെ ഈ വണ്ടി ഓടിച്ചപ്പോഴത്തേനും പേടി, അച്ഛനും കൂടെ വേണമെന്ന് പറഞ്ഞ് ശ്രീകുട്ടി അച്ഛൻ്റെ കൂടെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല കാറ്റുണ്ട്, വെയിലും ഉണ്ട്, ഇനിയും നിന്നാൽ പനി പിടിക്കുമെന്നും പറഞ്ഞ് പാർക്കിൽ പോക്ക് അങ്ങ് ക്യാൻസൽ ചെയ്തു ചേട്ടായി. ശ്രീകുട്ടി നല്ല കരച്ചിലിൻ്റെ വക്കിലായിരുന്നു. എന്നാലും ശ്രീകുട്ടിക്ക് അവളുടെ അച്ഛൻ സൂപ്പർ ഹീറോയാണ്. സൂപ്പർ ഹീറോയോട് പിണങ്ങാൻ പാടില്ല. അതുകൊണ്ട് കരച്ചിലങ്ങ് വേണ്ടാന്ന് വെച്ചു ഞങ്ങളുടെ ശ്രീകുട്ടി. പെട്ടെന്നുള്ള തീരുമാനം എടുത്തതാണെങ്കിലും ശ്രീകുട്ടി ആദ്യമൊക്കെ കരഞ്ഞു തുടങ്ങിയെങ്കിലും രജിഷേട്ടൻ തൻ്റെ തീരുമാനങ്ങളൊന്നും മാറ്റില്ല. ഇത് നോക്കൂ, നമ്മളുടെ നാട്ടിലാണെങ്കിൽ ഓരോ യാത്ര പോകുമ്പോൾ കേരളത്തനിമയുള്ള വീടുകളൊക്കെ കണ്ട് ആ മുറ്റവും ചെടികളും കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടു പോകുമ്പോൾ ഇങ്ങ് അബുദാബിയിൽ നോക്കിയേ, നിറയെ ബിൽഡിങ്ങുകൾക്കിടയിലൂടെ ഒരു യാത്ര. ചിത്രകാരൻ വരച്ചു വെച്ചിരിക്കുന്നത് പോലെ മനോഹരമായ ചിത്രങ്ങളുള്ളതുപോലെ ഒരു ആകാശം. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ നാടും എൻ്റെ നാട്ടുപ്രദേശങ്ങളും ഉത്സവങ്ങളും പുഴകളും ഒക്കെയായിരുന്നു. ഒരിക്കലും ഗൾഫിലേക്ക് വരില്ല, അല്ലെങ്കിൽ ഗൾഫുകാരന് കല്യാണം കഴിക്കില്ല എന്ന് ആണയിട്ട് പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു ദൈവം വേഗം ഗൾഫിലേക്ക് തന്നെ എത്തിച്ചത്. ദൈവത്തിന് അങ്ങനെയാണ്, എല്ലാത്തിനെക്കുറിച്ചും ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഡൈൻ ഔട്ടിലെത്തി. അവിടെ പഴംപൊരി, സമൂസ, ചിക്കൻ സമൂസ, ബീഫ് സമൂസ, പപ്സ്, കട്ട്ലേറ്റ്, മീറ്റ് റോള്, ഉണ്ണിയപ്പം, ഇലയട ഒക്കെ ഉണ്ടായിരുന്നു. ശ്രീകുട്ടി ആദ്യം തന്നെ 2 സമൂസയും ഒരു ചിക്കൻ റോളും ഓർഡർ ചെയ്തു. എനിക്കൊന്നും വേണ്ട, ഞാൻ ഡയറ്റാണെന്ന് രജിഷേട്ടയെ ആദ്യമേ തന്നെ പറഞ്ഞു. എന്നാലും എനിക്ക് ഉറപ്പാണ് ഇതിനകത്തുനിന്ന് എല്ലാത്തിനകത്തുനിന്നും ഏകദേശം പകുതി വെച്ച് കഴിച്ച് ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ലാസ്റ്റ് രജിഷേട്ടയെ തന്നെയായിരിക്കും. അങ്ങനെ ഇലയടയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇലയട എന്നും എനിക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കി വെക്കുന്ന ഇലയട കാണുമ്പോൾ എന്നും എനിക്ക് അങ്ങനെയാണ് ഓർമ്മ വരുന്നത്. ഞാൻ തിന്നുമ്പോൾ തിന്നാണ് ഇങ്ങനെ ബോൾ പോലെ ആയത് എന്ന് പറയുന്നുണ്ട് ചേട്ടായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പോപ്പിൻസൊക്കെ വാങ്ങി ശ്രീകുട്ടിയും വളരെ ഹാപ്പി ആയിട്ട് ഡൈൻ ഔട്ടിൽ നിന്ന് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോന്നു. ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഓൾ.